ഹായ്, വെൽക്കം ടു നിഷ സ്പൈസസ്. ഇന്ന് കുക്കിംഗ് റെസിപ്പി അല്ല, വ്ളോഗ് അല്ല. നമുക്ക് എല്ലാവർക്കും ടൈറ്റിൽ കണ്ടപ്പോഴേ മനസ്സിലായി കാണും അല്ലേ? ഞാൻ മിക്ക പേരുടെ വീട്ടിൽ പോകുമ്പോഴും കണ്ടിട്ടുണ്ട് ഈ സ്ട്രെയിനർ, നമ്മൾ ചായയും കാപ്പിയൊക്കെ അരിക്കുന്ന സ്ട്രെയിനർ ഭയങ്കരമായിട്ട് കറുത്തായിരുന്നു വൃത്തിയേടായിട്ടിരിക്കുന്നത്. ശരിക്കും നമുക്ക് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഈസി മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഒരു മെത്തേഡാണ് ഞാൻ ഇന്ന് ചെയ്യുന്നത്. ഞാൻ യൂഷ്വലി ചെയ്യാറുള്ള മെത്തേഡാണ്. മാസത്തിൽ ഒരിക്കൽ ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും. അപ്പൊ വലിയ കുഴപ്പമില്ലാതെ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അഴുക്കാം. അപ്പൊ വീണ്ടും ഇങ്ങനെയൊക്കെ ചെയ്താൽ മതി. നല്ലൊരു മെത്തേഡാണ്. എല്ലാരും ഇങ്ങനെ ഒന്ന് പരീക്ഷിച്ച് നോക്കി അറിയിക്കുക എന്നെ, എങ്ങനെയുണ്ട്, സക്സസ്ഫുൾ ആയിട്ട് കിട്ടിയോ എന്നൊക്കെ. ഇങ്ങനെ തന്നെ ചെയ്താൽ ഡെഫിനറ്റ് ആയിട്ട് സക്സസ്ഫുൾ ആവും. ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. കഴിയുന്നതും എല്ലാവരും പ്ലാസ്റ്റിക് സ്ട്രെയിനേഴ്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. ഒരു സ്റ്റീൽ സ്ട്രെയിനറിന് മേടിക്കുന്ന പാടല്ലേ ഉള്ളൂ. അതാണ് എപ്പോഴും ഹെൽത്തി. നമ്മൾ ചൂട് സാധനങ്ങൾ പ്ലാസ്റ്റിക് സ്ട്രെയിനറിലായിരിക്കുന്ന അത്ര ഹെൽത്തി അല്ല. എല്ലാവരും അതൊന്നും മാറ്റാൻ ശ്രമിക്കുക. നിഷ സ്പൈസസ് ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ അല്ലേ? എന്റെ സ്ട്രെയിനർ ഞാൻ കുറച്ച് നാൾ കൂടുമ്പം മാസത്തിൽ ഒരിക്കലൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാറുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ കണ്ടീഷൻ. കണ്ടില്ലേ? ഇതിലെ കൂടെ കാണാൻ പറ്റുന്നുണ്ടോ? നല്ല അഴുക്കുണ്ട്, നല്ല കറുത്ത് ചായയുടെയും ഒക്കെ നല്ല കറയും ഒക്കെ ആയിട്ടിരിക്കുവാണ്. അപ്പം ഞാൻ ഇപ്രാവശ്യം ഞാൻ വിചാരിച്ചു ക്ലീൻ ചെയ്യുന്ന ഒന്ന് ഷൂട്ട് ചെയ്ത് വീഡിയോ എടുക്കാം. ഇങ്ങനെ ആർക്കെങ്കിലൊക്കെ പ്രയോജനപ്പെടുകയാണെങ്കിൽ നല്ലതല്ലേ? നമ്മൾ കുറെ നാളത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, എപ്പോഴും നമ്മൾ ചായയും കാപ്പിയും ഒക്കെ അരിക്കാനായിട്ട് പ്ലാസ്റ്റിക് അരിപ്പ് ഒരുപാട് പേര് യൂസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ പ്ലാസ്റ്റിക് കഴിവതും ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്റ്റീൽ തന്നെ മേടിക്കുക. പക്ഷെ നമ്മൾ ചൂട് ചായയൊക്കെ അല്ലേ ഒഴിക്കുന്നത്. എത്രയൊക്കെ ആണെങ്കിലും സൈഡിൽ ആ ചൂടൊക്കെ വരുമ്പോഴത്തേക്കും പ്ലാസ്റ്റിക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ ശ്രമിക്കുക. സ്റ്റീൽ അരിപ്പ് പറ്റുമെങ്കിലും മേടിക്കുക. പിന്നെ സ്റ്റീൽ അരിപ്പ് എങ്ങനെ ക്ലീൻ ചെയ്യാമെന്ന് ഞാൻ കാണിച്ചു തരാം. ഒരു പാത്രം വെച്ചിട്ടുണ്ട്. വലിയ അരിപ്പ മുങ്ങി കിടക്കത്തക്ക വണ്ണം വലുതായിട്ടുള്ള ഒരു പാത്രം വെച്ചേക്കുന്നത്. അതിലോട്ട് ഞാൻ കുറച്ച് ചൂട് വെള്ളം ഒഴിക്കുകയാണ്. അരിപ്പ മുങ്ങി കിടക്കത്തക്ക വിധത്തിലുള്ള വെള്ളം, ചൂട് വെള്ളമാണ് ഒഴിക്കുന്നത്. താഴ്വശം ഫുള്ളായിട്ട് മുങ്ങിയിട്ടുണ്ട്. ഇനി ആ വെള്ളത്തിലോട്ട് കുറച്ച് വിനിഗർ ഒഴിക്കുക. വിനിഗർ കുറച്ച് കൂടുതൽ ഒഴിച്ചോളൂ. 3-4 ടേബിൾ സ്പൂൺ കണക്കാണെങ്കിൽ വെച്ചോളൂ. ഞാനത് മെഷർ ചെയ്തൊന്നുമില്ല, കുറച്ച് അങ്ങോട്ട് ഒഴിച്ചതേ ഉള്ളൂ. ഇനി 1 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ ഇടുകയാണ്. വിനിഗറും ബേക്കിംഗ് സോഡയും കൂടി ഇടുമ്പോഴുള്ള റിയാക്ഷൻ കണ്ടോ? നല്ലപോലെ പതഞ്ഞു വരും. വെള്ളം കൂടുതലാണെങ്കിൽ പത ഇങ്ങി പൊങ്ങി ഓവർഫ്ലോ ചെയ്യും കേട്ടോ. അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻ സംഭവിച്ചതാണ്. ഇനി ഒരു 15 മിനിറ്റ് ഇതിങ്ങനെ കിടക്കട്ടെ. ഈ വെള്ളത്തിൽ 15 മിനിറ്റ് അനക്കാതെ ഇത് വെച്ചേക്കാം. ഈ സ്ട്രെയിനർ നമ്മുടെ ബേക്കിംഗ് സോഡ വിനിഗർ സൊല്യൂഷനിൽ മുക്കിയിട്ടിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പം വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഇത് ആക്കുവാണ്. നിങ്ങൾ ഇങ്ങനെ വേറൊരു പാത്രത്തിൽ വെള്ളം എടുത്ത് വെക്കണം എന്നൊന്നുമില്ല. വാഷ് ബേസിന്റെ താഴെ വെച്ചാൽ മതി. എനിക്കിപ്പോൾ ഷൂട്ട് ചെയ്യാൻ എളുപ്പത്തിൽ ഞാൻ ഇങ്ങനെ വെച്ചേക്കുകയാണ്. വാഷ് ബേസിന്റെ അവിടെ വെച്ചിട്ട് വീഡിയോ എടുക്കാനായിട്ട് കുറച്ച് പാടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് കാണിക്കുന്നത്. ഇത് വാഷ് ബേസിനിൽ അവിടെ വെച്ചിട്ട് ടാപ്പിൽ നിന്ന് കുറച്ച് വെള്ളം തുറന്ന് ഒന്നുകൂടെ വാഷ് ചെയ്തെടുത്താൽ മതി. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ടുണ്ട്. ഇതിലോട്ട് നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ്, ഏത് ലിക്വിഡ് ആണെങ്കിലും കുഴപ്പമില്ല, ഡിഷ് വാഷിംഗ് ലിക്വിഡ് ആ ടൂത്ത് ബ്രഷിലോട്ട് നല്ലപോലെ ഇടുക. എന്നിട്ട് ഈ സ്ട്രെയിനറിന്റെ ബാക്ക് വശം വെച്ചിട്ട് നന്നായിട്ട് ഉരയ്ക്കുക. ഈ ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നന്നായിട്ട് ഉരയ്ക്കുക. ടൂത്ത് ബ്രഷ് എടുക്കണമെന്ന് പറയാൻ കാര്യം, അതിന്റെ ഹോൾസിലൊക്കെ നന്നായിട്ട് കയറാനായിട്ട് എപ്പോഴും ടൂത്ത് ബ്രഷ് ആണ് നല്ലത്. ആ കുഞ്ഞു കുഞ്ഞു ഹോൾസ് അല്ലേ, അതിനകത്തൊക്കെ നന്നായിട്ട് കയറണമെങ്കിൽ ടൂത്ത് ബ്രഷ് എടുത്താലാണ് കുറച്ചുകൂടി ഈസി. കുറച്ചധികം നേരം ഇതിങ്ങനെ ചെയ്യണം കേട്ടോ. കുറച്ചധികം നേരം എന്ന് പറഞ്ഞാൽ ഒരു 3-4 മിനിറ്റ് അത്രേ ഉള്ളൂ. ഇനി അകവശവും അങ്ങനെ തന്നെ ചെയ്യാം. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യണം. ആദ്യം കുറച്ച് ചെയ്യാം, പിന്നെ ഒന്ന് വെള്ളത്തിൽ കഴുകി എടുത്തിട്ട് വീണ്ടും ചെയ്യണം. ടാപ്പിന്റെ അടിയിലാണെങ്കിൽ കുറച്ചൊരു എളുപ്പമല്ലേ. അപ്പം ജസ്റ്റ് ഒന്ന് കഴുകി എടുത്താൽ മതി. ഒന്ന് വെള്ളത്തിൽ മുക്കിയിട്ട് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഞാൻ അഴുക്ക് ഇളകി വരുന്ന വെള്ളത്തിന്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ ഈ ബ്രഷും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് കുറച്ചുകൂടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒഴിക്കാം. ഞാൻ ആ കൈ ഇവിടെ വെച്ച് ചെയ്യാണ്. എന്നുവെച്ചാൽ കുറച്ച് ബലം കിട്ടണമെങ്കിൽ നമ്മൾ
കണ്ടോ, ഈ കൈ ഞാൻ ഇതിനകത്ത് തന്നെ വെച്ചിരിക്കുകയാണ്. ആ ഹാൻഡിൽ പിടിച്ച് നമുക്ക് അത്രത്തോളം അങ്ങോട്ട് ബലം കിട്ടത്തില്ല ഈ പോഴ്സിന്റെ ഇടയിലെല്ലാം കയറാനായിട്ട്. ഏത് ഭാഗത്താണ് കൂടുതൽ അഴുക്കുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗത്ത് കൂടുതൽ ഫോഴ്സ് അപ്ലൈ ചെയ്താൽ മതി. നമുക്കിത് ഓരോ പ്രാവശ്യം കഴുകിയെടുക്കുമ്പോഴും കാണാൻ പറ്റും ഇങ്ങനെ തുറന്നു വരുന്നത്. കഴുകിയെടുത്തില്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റത്തില്ല. ഇപ്പൊ ദാണ്ട് ഇവിടെയും കൂടെ കുറച്ച് അഴുക്കും കൂടെ ഉള്ളൂ. അപ്പൊ നമുക്കൊന്ന് വെള്ളം മാറ്റാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വാഷ് ബേസിന്റെ അടിയിലാണെങ്കിൽ ടാപ്പിൽ ഓരോ പ്രാവശ്യം കഴുകിയാൽ മതി, കുറച്ചുകൂടെ എളുപ്പമാണ്. വെള്ളം മാറ്റി എടുത്തിട്ടുണ്ട്. വീണ്ടും കുറച്ചുകൂടെ ബ്രഷിലോട്ട് ഓരോ പ്രാവശ്യം കുറച്ച് ഇട്ടാൽ മതി കേട്ടോ. ഒരു ബ്രഷിൽ കൊള്ളുന്ന അത്ര ഇച്ചിരി ഞാൻ ഇടുന്നുള്ളൂ ഓരോ പ്രാവശ്യവും. ഇപ്പൊ മൂന്നാമത്തെ പ്രാവശ്യം എടുക്കുന്നത്. ഇനി നമ്മൾ കൂടുതൽ കറുത്തിരിക്കുന്ന വശത്ത് മാത്രം തേച്ച് കൊടുത്താൽ മതി. ബാക്കിയൊക്കെ ഏകദേശം നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അവിടെ ഇവിടെയൊക്കെ ഒന്ന് കറുത്തിരിക്കുന്നത്. ഓൾമോസ്റ്റ് ക്ലീൻ ആയി വന്നിട്ടുണ്ട്. ഇച്ചിരൂടെ ഒരു അഴുക്കേ ഉള്ളൂ. ഓരോ പ്രാവശ്യവും വെള്ളത്തിൽ മുക്കുമ്പോൾ അറിയാൻ പറ്റും ആ വെള്ളത്തിന്റെ കളർ ചേഞ്ച് ചെയ്യുന്നത്. ഹാൻഡിലും ജസ്റ്റ് ഒന്ന് ക്ലീൻ ആക്കുക. രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൈയൊക്കെ കുറച്ചൊന്ന് കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. മാക്സിമം 5 മിനിറ്റ്, അത്ര നേരത്തെ പണിയുള്ളൂ. ആദ്യം നമ്മൾ വെള്ളത്തിൽ മുക്കിയിട്ട് നിൽക്കുന്ന സമയം നമ്മൾ നോക്കണല്ലോ. അത് നമ്മൾ ഇട്ടിട്ട് ബാക്കി പണികളൊക്കെ നടക്കുമല്ലേ. ഈ ക്ലീൻ ചെയ്ത പ്രോസസ്സ് മാക്സിമം 5 മിനിറ്റ്. ഞാനിപ്പോ 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നല്ല വൃത്തിയായി വന്നിട്ടില്ലേ? ഞാൻ നല്ലതായിട്ട് ക്ലീൻ വാട്ടറിൽ ക്ലീൻ ചെയ്ത് കാണിക്കാം. ഞാൻ വീഡിയോയിൽ എഡിറ്റ് ചെയ്യാതെ ഇടുവാണ്. ഫുള്ളായിട്ട് ഞാൻ കാണിക്കാൻ വെച്ചാൽ ഞാൻ എത്ര നേരം കറക്റ്റായിട്ട് ക്ലീൻ ചെയ്തു എന്നുള്ളത് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. കുറച്ച് ക്ലീൻ ചെയ്ത സമയം ബോറടിക്കുമെന്ന് എനിക്കറിയാം. ഇങ്ങനെ കണ്ടിട്ട് ഫുൾ ക്ലീൻ ആയതായിട്ടാണ് കാണുന്നത്. ഈ സൈഡും ഇവിടെ ഈ സ്റ്റീൽ സൈഡെല്ലാം ക്ലീൻ ചെയ്യണേ, ഈ അറ്റത്തോട്ടുള്ളതൊക്കെ.
ഇത്രയും മതി. ഇനി ഞാൻ വേറൊരു പാത്രത്തിലോട്ട് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട്, അതിലോട്ടിടാം. ആഹാ, പുതിയ അരിപ്പ തോറ്റുപോയി എൻ്റെ മുന്നിൽ, കണ്ടില്ലേ? ഇപ്പൊ കുറച്ച് പതയൊക്കെ ഉണ്ട്, നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ട് കാണിക്കാം. നല്ല ഇതാണ്ട് ഇവിടെയൊക്കെ അങ്ങ് തിളങ്ങുവാ ശരിക്കും. ഇനി ഞാൻ നന്നായിട്ട് ടാപ്പ് വാട്ടറിൽ വാഷ് ചെയ്തെടുത്തിട്ട് കാണിക്കാം. കണ്ടില്ലേ, നല്ല തിളക്കം കണ്ടല്ലോ. നമ്മുടെ സ്ട്രെയിനർ ഇതാ പള പള വെട്ടി തിളങ്ങുകയല്ലേ. പുതിയ സ്ട്രെയിനർ അല്ലെന്ന് ആരെങ്കിലും പറയുമോ? അപ്പൊ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മാസത്തിലൊരിക്കലാണ് ഇങ്ങനെ ചെയ്യുന്നത്. നല്ലൊരു ക്ലീനിങ് മെത്തേഡാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുറെ പേരൊക്കെ പല രീതിയിൽ ചെയ്യുന്നവരുണ്ടാവും, എല്ലാവർക്കും അവരവരുടേതായ മെത്തേഡ്സ് ഉണ്ടാകും ക്ലീൻ ചെയ്യാൻ. ഇങ്ങനെ മാസത്തിലൊരിക്കലോ 2 തവണയൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചാൽ നമുക്ക് നല്ല ക്ലീൻ ആയിട്ട് ഇത് സൂക്ഷിക്കാം. എല്ലാവരും എങ്ങനെയുണ്ട് ഈ മെത്തേഡൊന്ന് ചെയ്ത് നോക്കി ഇഷ്ടപ്പെട്ടോ എന്നോട് പറയുക. നമുക്ക് അടുത്ത പ്രാവശ്യം പുതിയൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.